വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. UDF തരംഗത്തിലും പിടിച്ചു നിൽക്കാൻ ആയെങ്കിലും ജില്ലയിലും ജനപിന്തുണ ഇടിഞ്ഞുവെന്ന് വിമർശനം. കൊടുങ്ങല്ലൂരിൽ CPIക്കുള്ളിൽ പടലപ്പിണക്കം പരാജയത്തിന് കാരണമായി. ജില്ലയിൽ യുവജന സംഘടനയുടെ പ്രവർത്തനം മോശമെന്നും പൊതുച്ചോറ് വിതരണം മാത്രം നടത്തുന്ന സംഘടനയായി DYFI മാറിയെന്നും വിമർശനം. ശ്രീജിത്ത് ശ്രീകുമാരനാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, വീഴ്ചകൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞ CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് വലിയ വിമർശനമാണ് ഇപ്പോൾ നേതൃത്വത്തിനെതിരെയും ഒപ്പം തന്നെ ജില്ലയിലെ തന്നെ പ്രവർത്തനത്തിനെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത്. എന്തൊക്കെ വിമർശനമാണ് ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായത്? ആത്മവിമർശനം എന്നതിനപ്പുറം ഇതിനെ എങ്ങനെ കാണണം? ആത്മവിമർശനം തന്നെയാണ് CPIMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് നടത്തിയിരിക്കുന്നത്. വിജയിച്ച 9 മണ്ഡലങ്ങളിലും ലഭിച്ചത് മുൻ വർഷങ്ങളിലേക്കാൾ കുറഞ്ഞ വോട്ടാണ്. ഇരിഞ്ഞാലക്കുട തൃശൂർ ഏരിയ കമ്മിറ്റികൾ പരാജയമാണ് എന്ന വിമർശനമാണ് ഈ ഒരു ഘട്ടത്തിൽ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് നടത്തുന്നത്. സംഘടനാ ദൗർബല്യം സംഭവിച്ച 2 കമ്മിറ്റികളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തിയെന്നാണ് തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. ഇരിഞ്ഞാലക്കുടയിൽ UDFന്റെ അനൈക്യവും കോൺഗ്രസ് നേതാവ് ജാക്സണെതിരെയുള്ള വിവാദങ്ങളും മുതലാക്കാൻ ഒരു ഘട്ടത്തിൽ പോലും ആ ഏരിയ കമ്മിറ്റിക്കോ അവിടുത്തെ മണ്ഡലം നേതാക്കൾക്കോ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. തൃശൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ 10 ബൂത്തിൽ 50-ൽ താഴെ വോട്ടാണ് ലഭിച്ചത്. ഇത് സംഘടനാ ദൗർബല്യം വ്യക്തമാക്കുന്നു എന്നാണ് കൃത്യമായ രീതിയിൽ അവർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തിയിരിക്കുന്നത്. മണ്ഡലത്തിലെ MLAയും ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ MLAയും മന്ത്രിയുമായിരുന്നിട്ടും പ്രൊഫസർ ബിന്ദു തൃശൂരിൽ താമസിച്ചത് തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവായ ബിന്ദുവിന് വേണ്ടി സംഘടനാ പ്രവർത്തനങ്ങൾ ഫലപ്രദമായിരുന്നില്ല എന്നാണ് വിലയിരുത്തൽ. ചാലക്കുടിയിലും നിർണായകമായ വിലയിരുത്തൽ CPIM നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ചാലക്കുടിയിൽ കോൺഗ്രസ് കൗൺസിലറായി മത്സരിച്ച ബിജുവിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം വലിയ പാളിച്ചയാണ്. കേരള കോൺഗ്രസ് ജില്ലാ ഘടകം എതിർത്തിട്ടും സംസ്ഥാന ഘടകം ബിജു എസ്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് കൃത്യമായ രീതിയിൽ വീഴ്ചയാണ്. കൊടുങ്ങല്ലൂരിൽ CPI ഉള്ളിലെ പടലപ്പിണക്കം. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് ആത്മവിമർശനവുമായി ഇപ്പോൾ ഓരോ ജില്ലയിലെയും പ്രവർത്തകർ അതോടൊപ്പം തന്നെ നേതാക്കളൊക്കെ രംഗത്ത് വരുന്നത്. വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ CPIM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് രംഗത്തെത്തിയിരിക്കുന്നത്. UDF തരംഗത്തിലും പിടിച്ചു നിൽക്കാനായെങ്കിലും ജില്ലയിലും ജനപിന്തുണ ഇടിഞ്ഞു എന്നതാണ് വിമർശനം. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. തമ്പ്രാക്കന്മാർ പറയും അടിയാന്മാർ അനുസരിക്കണമെന്ന നിലപാട് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാക്കി. ഭൂമാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ള TI മധുസൂദനെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായെന്നും വിമർശനമുണ്ട്. തൃക്കരിപ്പൂരിലെ തോൽവിക്കും ഇത് കാരണമായി. ജില്ലാ നേതൃത്വം മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായ KR ജയാനന്ദ രക്തസാക്ഷിയാക്കിയെന്നും വിമർശനമുയർന്നു. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവും പയ്യന്നൂരിലെ ഫണ്ട് വിഷയവും വോട്ടർമാർക്കിടയിൽ ചർച്ചയായെന്നും പറയുന്നുണ്ട്. പ്രദീപ് നാരായണൻ കാസർഗോഡ് നിന്ന് ചേരുകയാണ്. പ്രദീപ്, അതിരൂക്ഷ വിമർശനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം. തമ്പ്രാക്കന്മാർ പറയും അടിയാന്മാർ അനുസരിക്കണമെന്ന നിലപാട് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് പറയുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? ഒപ്പം വിമർശനം എങ്ങനെ? പ്രവിത, തീർച്ചയായും മറ്റ് ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്നതുപോലെ തന്നെ രൂക്ഷമായ വിമർശനമാണ് കാസർഗോഡ് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയാണ് വിമർശനം പൂർണ്ണമായും നീണ്ടത് എന്ന് പറയേണ്ടി വരും. അതേസമയം തിരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിച്ച പിണറായി വിജയനെതിരായ ഒരു വിമർശനം പോലും ഉണ്ടായില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ജില്ലയിൽ സംസ്ഥാനത്ത് CPIMന് ഒരംഗം പോലും ഇല്ലാത്ത, നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത ഒരു ജില്ലയായി കാസർഗോഡ് ഈ തെരഞ്ഞെടുപ്പിൽ മാറിയിരുന്നു. CPIMന് ഇളക്കം തട്ടാത്ത കോട്ട എന്ന് വിശേഷിക്കപ്പെടുന്ന തൃക്കരിപ്പൂരിൽ പോലും അടിപതർന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായത്. അതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, MV ഗോവിന്ദൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം പോലും ഗുണം ചെയ്തില്ല, അത് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നില്ല, ഇത് ദോഷം ചെയ്തു എന്ന ഒരു വിമർശനം ഉന്നയിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറിയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് തമ്പ്രാക്കന്മാർ പറയും അത് അടിയാന്മാർ അനുസരിക്കണമെന്ന നിലപാടാണ് സംസ്ഥാന പാർട്ടി നേതൃത്വത്തിനുള്ളത് എന്ന ഒരു വിമർശനം കൂടി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ തൃക്കരിപ്പൂരിൽ ഉൾപ്പെടെ പയ്യന്നൂരിലെയും അതുപോലെ തന്നെ തളിപ്പറമ്പിലെ TK ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ ദോഷം ചെയ്തു. തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു തീരുമാനം അത് ഗുണം ചെയ്തില്ല. അതിന്റെ ഒരു അടിയൊഴുക്കുകൾ തൃക്കരിപ്പൂർ, ഉദുമ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ കണ്ടു എന്ന ഒരു വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. ജില്ലാ നേതൃത്വം മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയാക്കിയത് KR ജയാനന്ദയാണ്. മഞ്ചേശ്വരത്തെ തലമുതിർന്ന നേതാവാണ്, തുളുനാട്ടുകാരനാണ്. എങ്കിൽ കൂടിയും ആ മണ്ഡലത്തിൽ 20,000-ഓളം വോട്ടുകൾ ചോർന്നു പോയത് ഇതിൽ ചില കളികൾ നടന്നിട്ടുണ്ട്
എന്നൊരു സംശയം കൂടി ജില്ലാ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിനെതിരെയും ഉന്നയിക്കുന്നുണ്ട്. ആ ജയാനന്ദയെ രക്തസാക്ഷിയാക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നതെന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 40,000-ന് മുകളിൽ വോട്ട് നേടിയ മണ്ഡലത്തിൽ അത് നേരെ പകുതിയായി വരുന്ന ഒരു സാഹചര്യം അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നൊരു വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ചില സ്ഥാനാർത്ഥിത്വം ദോഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം അത് ഏറെ ഗൗരവമായി ഇടപെടേണ്ട വിഷയമായിരുന്നു. അതിൽ വേണ്ട രീതിയിൽ ഇടപെടൽ ഉണ്ടായിട്ടില്ല. പയ്യന്നൂരിലെ ഫണ്ട് വിഷയം കൈകാര്യം ചെയ്യുന്നതിലും ദോഷം ചെയ്തു. മാഫിയകളുമായി ബന്ധമുള്ള TI മധുസൂദനെ സ്ഥാനാർത്ഥിയാക്കിയത് അത് സംസ്ഥാന വ്യാപകമായി ദോഷകരമായ രീതിയിലാണ് പ്രതിഫലിച്ചത് എന്ന വിമർശനമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായത്. തൃക്കരിപ്പൂർ മണ്ഡലം എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മണ്ഡല ചരിത്രത്തിൽ ഇതുവരെ CPM അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി ജയിച്ചു പോയിട്ടില്ലാത്തൊരു മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പാലക്കാട് നിന്ന് സന്ദീപ് വാര്യർ വിജയിച്ചു പോകുന്നു. അവിടെ സിറ്റിംഗ് MLA ആയിരുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ ഉൾപ്പെടെ വേണ്ടത്ര ഗൗരവമായ രീതിയിൽ ഇടപെട്ടില്ല എന്ന ഒരു വിമർശനം കൂടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉന്നയിക്കപ്പെട്ടു. എന്തായാലും നാളെയും മറ്റന്നാളും, അതായത് ജില്ലാ കമ്മിറ്റി യോഗം നാളെ നായനാർ ദിനമാണ്. അത് കഴിഞ്ഞ് മറ്റന്നാൾ ജില്ലാ കമ്മിറ്റി യോഗം ചേരുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ കൂടിയും നാളെയും മറ്റന്നാളുമായി ജില്ലാ കമ്മിറ്റി യോഗം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. പ്രവിധ. പ്രദീപ് നാരായണനാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിലും അതിരൂക്ഷ വിമർശനമാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.